കരയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. ഇനി അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? കൂടുതൽ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാറായോ? മനു, ഇപ്പോഴും അത്തരം ഒരു ഉറപ്പിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം 4 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 4 മണിക്ക് സ്കൂൾ വിട്ട് നടന്നു വരികയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഈ ലോറി പാഞ്ഞടുത്തത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്കൂൾ വിട്ട് പോകുന്ന മറ്റു കുട്ടികളുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ലോറി അവിടെ ആ കുട്ടികൾ കൂടി ഉണ്ടോ എന്നത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ആ ലോറി ഇപ്പോൾ ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞ സ്ഥിതിയിലാണ്. അങ്ങനെയാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ മറ്റു കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് ആ ലോറി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. വലിയ രീതിയിലുള്ള ഒരു അപകടം നമുക്ക് അറിയാമനു. 2 കുട്ടികൾ മരിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ഒരു കുട്ടിക്ക് 4 കുട്ടികളായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ കൂടി മറ്റു കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അത് വരേണ്ടതുണ്ട്. സിമന്റ് കയറി വന്ന ഒരു ലോറിയാണ്. ലോറി അതീവ വേഗതയിലായിരുന്നു. സ്വാഭാവികമായി ഹൈവേ പരിസരങ്ങളിൽ വൈകുന്നേരങ്ങളിലാണെങ്കിലും ചിലപ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ വരികയാണ്. അങ്ങനെ വന്നാണ് ഈ മറ്റൊരു ലോറിയിലേക്ക് ഇടിക്കുന്നത്. തുടർന്നാണ് ഇതിൻ്റെ നിയന്ത്രണം വിടുന്നത്. അങ്ങനെ നടന്നു പോകുന്ന 4 കുട്ടികൾക്ക് നേരെ ലോറി നിയന്ത്രണം തെറ്റി പോവുകയായിരുന്നു. അത് കരിമ്പ ഹൈസ്കൂളിലെ കുട്ടികളാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അവർ അവിടെ ബസ് കയറാനൊക്കെയുള്ള ശ്രമത്തിൽ അല്ലെങ്കിൽ കാത്തു നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് പെട്ടെന്ന് ലോറി നിയന്ത്രണം വിട്ട് വരുന്നത്. ഈ കുട്ടികളുടെ വിവരങ്ങൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? എല്ലാത്തിലും നമുക്ക് ശ്രീ രാമേന്ദ്രൻ മാസ്റ്റർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്. മാഷ, ഇപ്പോൾ 2 കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ലോറിക്കടിയിൽ കൂടുതൽ ആളുകളില്ല എന്ന് ഉറപ്പിക്കാറായില്ലേ? ആയിട്ടില്ല. ലോറി മുഴുവൻ ഉയർത്തി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഈ 3ാമത്തെ കുട്ടിയും എന്താണ് അവരുടെ ഒരു സാഹചര്യം? 4 കുട്ടികളിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പാണ്. മറ്റ് 2 കുട്ടികൾ അറിയാൻ കഴിയില്ല. ഹോസ്പിറ്റലിലാണ്, തച്ചമ്പാറ ഹോസ്പിറ്റലിലാണ് കുട്ടികളുള്ളത്. നിസ ഹോസ്പിറ്റലിലാണ്. ഈ കുട്ടികൾ എവിടുത്തെ കുട്ടികളാണ്? അവരുടെ ഭാഗത്തുള്ള കുട്ടികളാണ്. തുപ്പനാട് ചെറുള്ളി ഭാഗത്തുള്ള കുട്ടികളാണ്. അവർ വഴിയരികിലൂടെ സ്കൂൾ വിട്ട് നടന്നു പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അവർ വല്ല ബസ് കാത്ത് നിൽക്കുകയോ മറ്റോ ആയിരുന്നോ? അല്ല, അവർ നടന്നു പോകുന്ന കുട്ടികളാണ്. വളരെ അടുത്താണ്, നടന്നു പോകുന്ന കുട്ടികളാണ്. ഈ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമുള്ള ഒരു സ്ഥലമാണല്ലേ തുപ്പനാട് ചെറുവള്ളി? അപ്പൊ ഇവർ 4 പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ സമയത്ത് ഉള്ള പ്രാഥമികമായ വിവരം. അതിനപ്പുറത്തേക്ക് നമുക്ക് ലോറി മാറ്റിയാലേ കാര്യങ്ങൾ പറയാൻ കഴിയുമല്ലേ? പക്ഷേ ഇതെന്താണ് സംഭവിച്ചത്? ഇവർ ലോറിക്കടിയിലായി പോവുകയാണോ ഉണ്ടായത്? ലോറി വേറൊരു വണ്ടിക്കിട്ട് ഇടിച്ച് മറിയുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. പക്ഷേ ആ ലോറിക്കകത്ത് സിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം കൂടെ പുറത്തേക്ക് ചാടുകയും കുട്ടികൾക്ക് സിമെന്റ് ലോറിയാണ്. ചെറിയൊരു താഴ്ചയുള്ള ഭാഗത്തേക്കാണ് ലോറി മറിഞ്ഞത്. ഉയർത്താൻ നല്ല പ്രയാസമാണ്. 2 ക്രെയിനും ഈ 2 JCB ഉപയോഗപ്പെടുത്തിയിട്ടാണ് ലോറി നൂർത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും പരിപൂർണമായി നൂർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇതുകൊണ്ട് സാധിക്കുമോ അതോ കൂടുതൽ യന്ത്രസാമഗ്രികൾ കൊണ്ടുവരേണ്ടി? സാധിക്കുന്നുണ്ട്. ലോറി കുറെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ റോഡിന്റെ നടുക്കിൽ വരെ ലോറി മാറ്റിയിട്ടുണ്ട്. ലോറി ഏതാണ്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടില്ല. യെസ്, ഏതായാലും മാഷ, ഇത് കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഉള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം. വളരെ ദുഃഖകരമായ ഒരു സംഭവം. ആ നാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ഇതൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു നടപടിയാകണം ഇതിന് തുടർന്നുണ്ടാകേണ്ടത്. കാരണം ഈ കുട്ടികൾ, അവർ നിഷ്കളങ്കരായ കുട്ടികൾ അവരുടെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അവർ അതീവ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. കൂട്ടുകാരുമൊക്കെ ഒത്ത് സംസാരിച്ച് തൊട്ടടുത്തുള്ള തുപ്പനാടും ചെറുവള്ളിയും ഒക്കെയുള്ള പ്രദേശങ്ങളിലുള്ള കുട്ടികൾ. അതിൽ ഒരാൾക്ക് പക്ഷേ ഒരു കുഞ്ഞിന് രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ. മറ്റ് 3 കുഞ്ഞുങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ലോറി അവർക്ക് നേരെ വരികയായിരുന്നു. ചെറിയ കുട്ടികൾ കരിമ്പ ഹൈസ്കൂളിലെ കുട്ടികളാണ്. 3 കുട്ടികളും അവരെ പെട്ടെന്ന് തന്നെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 3ാമത്തെ കുട്ടിയും മരിച്ചുവെന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു. ഷംന, 3 കുട്ടികളുടെ ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു നാട് നടുങ്ങിക്കാണണം.
തീർച്ചയായും മനു 3 കുട്ടികളും മരിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സ്ഥിരീകരണം. നേരത്തെ തന്നെ 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിക്ക് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. മറ്റു 3 കുട്ടികളും അപകടത്തിൽപ്പെട്ടു. 3 പേരുടെയും നില ഗുരുതരമെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ ആ 3 കുട്ടികളും മരണപ്പെട്ടു എന്ന അതീവ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാനാകുന്നത്. ഇനി ആ ലോറി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഒരു താഴ്ചയിലേക്കാണ് ആ ലോറി മറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് താഴെ മറ്റു കുട്ടികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നത് അതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്നത് ഒന്ന്. അങ്ങനെയാണെങ്കിൽ ഈ മരണസംഖ്യ അല്ലെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി അത് ഇനിയും കൂടിയേക്കാം. അത്രയധികം താഴ്ചയിലേക്കാണ് ആ ലോറി ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, സിമന്റ് ചാക്കുകൾ ലോഡ് കയറ്റിയ ലോറിയാണ് മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി അത് കൂടാൻ സാധ്യത ഏറെയാണ്. ഇപ്പോൾ 2 ക്രെയിനുകൾ ഉപയോഗിച്ച് JCB അടക്കം ഉപയോഗിച്ചാണ് ഇപ്പോൾ ആ ലോറി ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ലോറിയെ പൂർണ്ണമായി ഉയർത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനടിയിൽ മറ്റു കുട്ടികൾ ഉണ്ടോ എന്നത് വലിയ ആശങ്കയാണ് ജനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 4 മണി സമയത്ത് സ്കൂൾ വിട്ട സമയത്ത് വഴിയരികിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ കുട്ടികൾ. അങ്ങനെയെങ്കിൽ മറ്റു കുട്ടികൾ കൂടി ആ സമയത്തുണ്ടാകും. സ്കൂൾ വിട്ട സമയമാണ്. കുട്ടികൾ കൂട്ടത്തോടെ നടന്ന് റോഡിൻ്റെ ഇരുവശങ്ങളിലായി നടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ലോറി പാഞ്ഞടുത്ത് അത്രയ്ക്ക് ഒരു താഴ്ചയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മറ്റു കുട്ടികൾ പെട്ടിട്ടുണ്ടാകുമോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലനിൽക്കുന്നത്. കാരണം ആ ലോറി ഇത്രയും സമയമായിട്ട് ഉയർത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ആ ലോറി ഉയർത്തിയെടുക്കുന്ന അത്രയും ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്, ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എന്തായാലും അതീവ ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോൾ വാർത്തകളാണ് പുറത്തു വരുന്നത്. ആ 3 കുട്ടികളും മരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് മനു. ഒപ്പം തന്നെ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം എന്ന് ഓരോ മിനിറ്റിലും അതിന്റെ വ്യാപ്തി കൂടുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. റോഡിൻ്റെ വശത്തേക്ക് ചെരിഞ്ഞ ഒരു വീടിൻ്റെ താഴ്ചയിലേക്ക് വളരെ താഴ്ചയിലേക്കാണ് ആ ലോറി മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആശങ്ക കൂടി വരുന്നതും. പ്രത്യേകിച്ച് സ്കൂൾ വിട്ട ഒരു സമയത്ത് കുട്ടികളെല്ലാം പുറത്തിറങ്ങുന്ന ആ ഒരു സമയത്താണ് അപകടമുണ്ടായത്. ഈ സിമൻറ്റ് കയറ്റി വന്ന ഈ ലോറി അത് മറ്റൊരു വാഹനത്തിൽ ഉരസി ഇടിച്ച് അതിനുശേഷം ഈ കുട്ടികൾക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കറിയാം, ഒരു ബസ്സിനകത്തോ മറ്റൊന്നും ആയിരുന്നില്ല. ഈ കുട്ടികൾ നടന്നു വരികയായിരുന്നു സ്കൂൾ വിട്ടതിന് ശേഷം. വളരെ സന്തോഷത്തോടു കൂടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത്. 3 കുട്ടികളും മരണപ്പെട്ടു എന്ന അതീവ ദുഃഖകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനു. എന്തായാലും ഏറെ ആശങ്ക ഇപ്പോഴും ആ ലോറി ഉയർത്താൻ സാധിച്ചിട്ടില്ല. അതിനടിയിൽ മറ്റു കുട്ടികൾ ഉണ്ടാകുമോ എന്ന ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്രയധികം ആശങ്കയുള്ള മറ്റൊരു കാര്യം കൂടി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു. ഷംന, അതാണ് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ഒരു കുഞ്ഞിൻ്റെ യൂണിഫോം കാണാം നമുക്ക് ആ ലോറിക്കടിയിൽ. എത്ര വേദനിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയാനാവുന്നില്ല. ഒരു കുഞ്ഞ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നുണ്ടാകും. അത്തരം വലിയ പ്രതീക്ഷകളോടെ പോകുന്ന ഒരു കുഞ്ഞിന് നേരെ ഒരു വാഹനം ഇടിച്ച് കയറുകയാണ്. ആ കുഞ്ഞ് മടങ്ങി വരുന്നത് കാത്ത് അവിടെ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാകും. അവർ കാത്തി